ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ NIA അറസ്റ്റ് ചെയ്ത ആമിർ റഷീദ് അലിയെ കോടതിയിൽ ഹാജരാക്കി. ഡൽഹിയിലെ പട്ടിയാല ഹൗസ് കോടതിയിലാണ് ഇയാളെ ഹാജരാക്കിയത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഈ സ്ഫോടനത്തിൽ ചാവേറായ ഉമർ നബിയുടെ സഹായിയാണ്. കാറിന്റെ രജിസ്ട്രേഷൻ ആമിറിന്റെ പേരിലായിരുന്നു. ഇനി ആമിറുമായി ബന്ധപ്പെട്ട് ആമിറിൽ നിന്ന് കുറെ കാര്യങ്ങൾ ചോദിച്ച് അറിയേണ്ടതുണ്ട്, ശേഖരിക്കേണ്ടതുണ്ട്. ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള നടപടികൾ? ഈ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കുള്ള പ്രതിയാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന ആമിർ. അയാളെ കൂടുതൽ കസ്റ്റഡിയിൽ വാങ്ങി കൃത്യമായി ചോദ്യം ചെയ്യുക തുടങ്ങിയിട്ടുള്ള നടപടികൾ തന്നെയാണ് മുന്നോട്ട് പോകാനുള്ളത്. ഇപ്പോൾ എന്തായാലും അയാളെ പട്ടേല ഹൗസ് കോടതി, അത് NIA കോടതി കൂടിയാണ്, അവിടെ ഹാജരാക്കിയിരിക്കുന്നു. വലിയ തരത്തിലുള്ള സുരക്ഷ ഇപ്പോൾ ആ കോടതിയിലുണ്ട്. പ്രധാനമായിട്ടും അർദ്ധസൈനിക വിഭാഗവും അതുപോലെ പോലീസും ആ കോടതിക്ക് മുന്നിൽ വിന്യസിച്ചിട്ടുണ്ട്. മുഖം മൂടി കെട്ടിക്കൊണ്ടാണ് ആ പ്രതിയെ കോടതിയിലേക്ക് NIA കൊണ്ടുവന്നത്. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുക എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടും ഈ ആമിറിനെ ചോദ്യം ചെയ്തതിലൂടെ കൂടുതൽ കാര്യങ്ങൾ ഈ റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ എന്താണ് വൈറ്റ് കോളർ ഭീകരത്തിൽ ഇനി മറ്റുള്ള കണ്ണികൾ ആരൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരുപാട് വിവരങ്ങൾ ലഭിക്കാനുണ്ട്. അതുമാത്രമല്ല ഈ D6 മിഷൻ എന്ന സംബന്ധിച്ചിട്ടുള്ള ഈ പദ്ധതിയെ സംബന്ധിച്ച് മറ്റ് വിവരങ്ങൾ, ഇതല്ലാതെ ഇവർക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ, പദ്ധതി ഉണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ വൈറ്റ് കോളർ ഭീകരർക്ക് സഹായം നൽകിയിട്ടുള്ള ഹാൻഡ്ലർമാർ ആരാണ്, അതായത് ഇപ്പോൾ പാകിസ്ഥാൻ ബന്ധം, തുർക്കി ബന്ധം, അതെല്ലാം തന്നെ ഇപ്പോൾ റിപ്പോർട്ടുകളെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് പലതും ലിങ്ക് ചെയ്യുന്നുണ്ട്, ബന്ധിപ്പിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ അതിൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് നടപടി കർശനമാക്കാൻ, കടുപ്പിക്കാൻ എല്ലാം തന്നെ സാധിക്കുക ഇത്തരത്തിലുള്ള ആളുകളെ പിടികൂടി അവരെ വിശദമായി ചോദ്യം ചെയ്യലിലൂടെ തന്നെയായിരിക്കും. ഇനി ഈ ആമിറിനെ ചോദ്യം ചെയ്ത് അയാൾക്ക് സഹായമായിട്ടുള്ള പ്രധാനമായിട്ടും കശ്മീരിൽ തന്നെയുള്ള അന്വേഷണം വ്യാപിപ്പിക്കാൻ ഇയാളുടെ മൊഴിയിലൂടെ സാധിക്കും. അതായത് ഇയാൾക്ക് കശ്മീരിൽ ആരൊക്കെ സഹായം ചെയ്ത് നൽകിയിട്ടുണ്ട്, പാകിസ്ഥാൻ ബന്ധം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇയാളെ ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് NIA വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രധാനമായിട്ടും വിവിധ സംസ്ഥാനങ്ങൾ, ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ഉത്തർപ്രദേശ്, അതുപോലെ ഹരിയാന, പഞ്ചാബ്, ജമ്മു കശ്മീർ ഉൾപ്പെടെയുള്ള പോലീസ് സേനകളുടെ സഹായത്തോടു കൂടിയാണ് ഈ പരിശോധന മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും രാജ്യത്ത് ഇപ്പോഴും ആക്റ്റീവായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജെയ്ഷെ സ്ലീപ്പർ സെല്ലുകളിലേക്ക് എത്തുക എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും അന്വേഷണ സംഘം കേന്ദ്രീകരിച്ച് അന്വേഷിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ പിടിയിലായിട്ടുള്ള ആമിറിനെ ചോദ്യം ചെയ്ത് അയാളിൽ ലഭിക്കുന്ന വിവരങ്ങളിലൂടെ മറ്റുള്ളവരിലേക്കും എത്താൻ സാധിക്കും എന്നുള്ള കാര്യം തന്നെ നമുക്ക് കരുതുന്നു. അത് തന്നെയാണ് NIAയും വ്യക്തമാക്കുന്നത്. രണ്ട് പ്രധാനികളാണ് ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. ഒന്ന് ഷഹീൻ, നേരത്തെ തന്നെ പോലീസ് പിടികൂടിയാണ്. അവരിപ്പോൾ ജമ്മു കാശ്മീരിൽ അവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഡൽഹിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് NIA ചോദ്യം ചെയ്യാനായിട്ട്. ഷഹീനോടൊപ്പം ഒരുപക്ഷെ ആമിറിനെയും ഇരുത്തി ചോദ്യം ചെയ്യാം എന്നുള്ള വിവരം കൂടിയാണ് ലഭിക്കുന്നത്. പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും ഉണ്ടാവുക.